നമുക്കറിയാം, ക്രൈസ്തവ വിശ്വാസത്തെ വളരെ ഉദാത്തമായ രീതിയിൽ, നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരുപിടി നല്ല സിനിമകളുടെ ഒരു ചരിത്രം മലയാള ചലച്ചിത്ര മേഖലയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത നാളുകളിലായി ക്രിസ്തീയതയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സിനിമാ പേരുകൾ മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്നു. ഒടുവിലത്തേതായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഈശോ നോട്ട് ഫ്രം ദി ബൈബിൾ എന്നൊരു സിനിമയാണ്. ഇത്തരം സിനിമകൾ പലപ്പോഴും ക്രിസ്തീയ വിശ്വാസത്തെ, ക്രൈസ്തവ സഭകളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ചലച്ചിത്രങ്ങളാണ്. മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ അവഹേളനത്തിന് പിന്നിലെ കാരണം എന്താണ്, ശ്രീ പി സി ജോർജ്? കാരണം പറഞ്ഞാൽ എന്താ വെച്ചാൽ, ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ പാവമാണല്ലോ. ഏത് വൃത്തിയോടും എന്ത് തന്തയ്ക്ക് പറക്കാത്തോടും പറയാമല്ലോ. ആരും മിണ്ടുകയല്ല ക്രിസ്ത്യാനി. മനസ്സിലായില്ലേ? യേശു കടുപ്പിച്ച വാക്ക് പറയട്ടെ, എന്റെ മര്യാദ വാക്ക് മര്യാദ. ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദര, ഇപ്പോ നാദിർ ഷാ എന്ന് പറയുന്നയാളാണല്ലോ ഇപ്പൊ ഈ സിനിമയും കൊണ്ട് ഇറങ്ങിയത്, ഈശോടെ. ഇവൻ എങ്ങനെ ഈ നാദിർ ഷാ, തൊഴിൽക്കാരൻ എനിക്കറിയാൻ നല്ലവണ്ണം, അവൻ എങ്ങനെ ഇതായത്? നമ്മുടെ എറണാകുളത്തെ ഒരു വൈദികന്റെ ചെലവിൽ ജീവിച്ചവനാണ്. അവൻ മിണ്ടാൻ പഠിച്ചതും, അവൻ സംസാരിക്കാൻ പഠിച്ചതും, അവൻ ലോകത്ത് അറിയപ്പെടാൻ ശ്രമിച്ചതും ആ അച്ഛന്റെ ഔദാര്യം കൊണ്ടാണ്. എറണാകുളത്തെ ആ അച്ഛന്റെ സഭയാണ് ഇവൻ അവഹേളിക്കുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, ഞാനോട് തെറ്റിദ്ധരിക്കില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ സിനിമാ ലോകം നോക്കിക്കോണം. സിനിമയിൽ ഏതൊരു വേശ്യപ്പെണ്ണിന്റെ പടം, വേശ്യയുടെ ഭാഗം അഭിനയിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനി പെണ്ണായിരിക്കും. ഏതെങ്കിലും തടിയൻ ഗുണ്ട വരികയാണെങ്കിൽ അത് ക്രിസ്ത്യാനി പേര് വരിക്കും. ഇവിടെ അവന്റെ കഴുത്തിന് ഇവിടെ കുരിശുകൊണ്ടിരിക്കും. ക്രിസ്ത്യൻ സമൂഹത്തെ അപമാനിക്കണം നിർബന്ധ ബുദ്ധിയോട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, ഞാനിപ്പോ സിനിമ കാണാൻ തുടങ്ങിയിരിക്കുക. ഈ പിന്നെ പലരും പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോ ക്രിസ്ത്യാനികളെല്ലാം വ്യഭിചാരികളാണോ? ഇത്ര മാന്യമായി ജീവിക്കുന്ന സമൂഹം എവിടെ ഉണ്ട്? കേരളത്തിന് ഏറ്റവും വലിയ സാംസ്കാരിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചൊരു സഭയാ ക്രൈസ്തവ സഭ. ഈ രാജ്യത്ത് ആവശ്യത്തിന് സ്കൂളുണ്ടാക്കി, വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കി, നമ്മുടെ ആതുരാലയങ്ങൾ സൃഷ്ടിച്ച് ചെയ്യാൻ കഴിയുന്ന ഉപകാരം മുഴുവൻ സമൂഹത്തിന് ചെയ്ത നന്മ ചെയ്ത ഒരു സഭയോടാണ് ഈ വൃത്തികെട്ടവന്മാർ ഈ വൃത്തികെട്ട നീതി പെരുമാറുന്നത്. ഇത് നമ്മുടെ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നൊരു തോന്നലും കൊണ്ടാണ്. വൈദികര് പാവങ്ങളും മിണ്ടുപോകും. ഞാൻ മിണ്ടിക്കാൻ തന്നെ തീരുമാനിച്ചു. പറയേക്കാം, നാദിർ ഷാ ഉൾപ്പെടെ വൃത്തികെട്ടന്മാരോട് പറയുക, വിടുകല. ശക്തമായ നടപടി ഉണ്ടോ? മനസ്സിലായോ? ഞാന് ക്രിസ്ത്യാനിക്ക് വേണ്ടി വർത്താനം നോക്കണ്ട. ഇസ്ലാം മതവിശ്വാസത്തിൽ ആരെങ്കിലും അപമാനിക്കട്ടെ, അവനെ ഞാൻ വിടുകല. ഹൈന്ദവ സമൂഹത്തെ അപമാനിക്കട്ടെ, വിടുകല. ഞാൻ ഒരു പൊതുപ്രവർത്തനമായിട്ട് പറയും, എനിക്കിപ്പോ സമയമുണ്ട്, MLA അല്ലാത്തതുകൊണ്ട് അവിടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നന്നാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. MLA പിള്ളയും വലിയത് ഇതൊക്കെയാന്ന് കണക്കാക്കുന്നത്. ഒന്ന് ആലോചിക്കണം. നാദിർ ഷാ പോലെ ഒരുത്തൻ ഈയനെ വൃത്തികെട്ട്. ഞാൻ ചോദിക്കട്ടെ, ഈശോ എന്ന് പേരിട്ടോ? ഇവനെ വെല്ലുവിളിക്കാൻ ഞാൻ. ഇവന്റെ സമുദായമാണ് മുസ്ലിം സമുദായം. നബി തിരുമേനി, മഹാനായ നബി തിരുമേനി ഉണ്ടല്ലോ, ആ മുഹമ്മദ് നബി എന്നൊരു പടവും പിടിക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ. അവനെ വെല്ലുവിളിക്കുന്നു ഞാൻ. ഈ നാദിർ ഷാ എന്ന് പറഞ്ഞ മാന്യൻ സഭയുടെ നബി, മുഹമ്മദ് നബി തിരുമേനിയുടെ പേര് വെച്ച് നബി എന്നൊരു പടം പിടിക്കുമോ? അവൻ തല കാണുകയില്ല അവന്റെ, അറിയാമോ? ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്ത് പറഞ്ഞാലും മിണ്ടുകയില്ല, ക്ഷമിക്കും. അതുകൊണ്ട് എന്ത് പൂക്കൃത്തരം ആകാം, നടക്കുകയില്ല. നാദിർ ഷാ പരിപാടി നിർത്തുക നല്ലത്. സിനിമാ തിയേറ്ററിൽ സിനിമ പ്രദർശിപ്പിക്കാന്ന് വിചാരിച്ച് നീ ഇത് പിടിക്കണ്ട. നോക്കിയോ, കേരളം മുഴുവൻ പണി കൊണ്ട് ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ നാളത്തെ കഴിഞ്ഞിട്ടൊക്കെ കുറെ കോൺഫറൻസുകൾ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം ഇവനെയൊക്കെ. ഞാൻ മുസ്ലിം മതത്തോട്, ഞാൻ മുസ്ലിം ഇടയ്ക്ക് ജീവിക്കുന്നത് അറിയാമോ? ഈരാറ്റുപേട്ട 40,000 പോപ്പുലേഷനിൽ 97% ഇസ്ലാം മത വിശ്വാസികളാണ്. എന്റെ വീട്ടിൽ ഇപ്പൊ ഇരിക്കുന്ന നമ്മുടെ TV സെറ്റ് അറേഞ്ച് ചെയ്തിരുന്ന മുസ്ലിം പയ്യൻ ഇവിടെ തൊട്ടടുത്തുള്ള നമ്മുടെ മുസ്ലിം പയ്യനാണ്. ഞാൻ മുസ്ലിങ്ങളുടെ ഒപ്പം ജീവിക്കുന്നവനാണ്. ആ മതത്തിലെ ചില തീവ്രവാദികൾ, വൃത്തികെട്ടവന്മാരുണ്ട്. അവന്മാരുടെ സ്വഭാവം ഏറ്റെടുക്കുക. ഇസ്ലാം മതവിശ്വാസികൾ തീവ്രവാദികളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അവരും പറയുന്നത് ആ ചുരുക്കം ചില തീവ്രവാദികളുടെ കൈകളിലേക്ക് സമുദായത്തെ കൊടുത്ത് സമുദായ സ്പർദ്ധ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചത് ശരിയാണോ? ഇത് അംഗീകരിക്കാൻ പറ്റുമോ? ഇവിടെ ഇപ്പോ ഇതെല്ലാം മുന്നോട്ട് വേഗം നോക്കും.